ചേച്ചി, എനിക്ക് ഹോംവർക്ക് ഉണ്ട്. അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് എഴുതട്ടെ? ഏയ്, നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ അവർക്കൊരു ശല്യമാകാൻ പാടില്ല. വാ, നമുക്ക് പോകാം. ഇത്തവണയെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നോട്ടെന്നേ. മതി, വാ ഇങ്ങോട്ട്. നിങ്ങളുടെ ഒരു കാര്യം. എന്തായിട്ടാ എന്നെ ഈ ഡ്രസ്സിൽ കാണുമ്പോ ഞെട്ടൂന്നാ ഞാൻ വിചാരിച്ചേ. എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ നിക്കുന്നേ? നിന്നെ പോലീസ് വേഷത്തിൽ കാണാനായിട്ട് എന്ത് നല്ല ഭംഗിയാണെന്നറിയോ നിനക്ക്? ഈ കാര്യം ഞാൻ നിന്നെ തനിച്ച് കിട്ടുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താ. ഇപ്പോൾ ഈ റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറയുക. ചേട്ടാ, ഏട്ടൻ എന്നെ ഒന്ന് നോക്കിയാൽ തന്നെ എന്റെ മനസ്സ് അലിഞ്ഞു പോവും. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ എന്നെ പൊഴുത്തിയാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇതാ പാല് കുടിക്ക്. എന്നെ ഹോംവർക്ക് പോലും ചെയ്യാൻ സമ്മതിക്കാതെ ഉറങ്ങാൻ പറഞ്ഞു. അവരകത്ത് എന്തായിരിക്കും സംസാരിക്കുന്നതെന്തോ. ഏയ്, അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? ചെറിയ കുട്ടിയല്ലേ നീ, കിടന്നുറങ്ങ. ചേച്ചി, എന്താ? കഴിഞ്ഞ തവണ ഇതുപോലൊക്കെ ഒരുക്കിയതായിരുന്നു. ഏട്ടത്തി ബെറ്റും വെച്ചിരുന്നു. പക്ഷെ അന്ന് എല്ലാം തലകീഴായി പോയി. ഇത്തവണ അങ്ങനെ എങ്ങാനും സംഭവിക്കോ? ഇത്തവണ ശാന്തി മുഹൂർത്തം വെക്കണോന്ന് ശിവാനി തന്നെയല്ലേ പറഞ്ഞേ? എല്ലാം നല്ലതായിട്ട് നടക്കും. ഏതില് റൊമാൻറ്റിക് പാട്ട് പാടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഏയ്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിങ്ങൾ സംസാരിക്കുന്ന നിർത്തിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ഉറങ്ങിക്കോ. അല്ല ശിവാനി, നിന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കണമെന്നുണ്ട് എനിക്ക്. എന്തായിട്ടാ ഈ പറയുന്നേ? നേരം വിളിക്കുന്നവരെ എന്തെങ്കിലും കഥ പറയുകയോ വേറെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ചേട്ടന്റെ ഇഷ്ടം. എനിക്കതിലൊന്നും ഒരു എതിർപ്പുമില്ല. പിന്നെ ഏട്ടന് വേറൊരു കാര്യം അറിയോ? ഇതിനൊന്നും ഞാൻ പോലീസ് കേസ് പോലും എടുക്കില്ല. അയ്യോ, വൈകുന്നേരം ഏട്ടന്റെ മുഖം എങ്ങനെ വാടിയിരുന്നതാ. ഇപ്പൊ ആ മുഖത്ത് ചിരി കണ്ടില്ലേ? പറഞ്ഞോ ഏട്ടാ, എന്ത് ചെയ്യാനാ പോകുന്നേ? മടിയൊന്നും കൂടാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ തുടങ്ങാന്നാണോ വിചാരിക്കുന്നേ? അനിയത്തിമാര് വീട്ടിലുള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടല്ലേ? അവർക്ക് കല്യാണപ്രായം ആയിരിക്കുക. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ അവരെ പറ്റി പറയാനൊന്നും അല്ല വന്നത്. പിന്നെന്ത് കാര്യ പറയാൻ വന്നേ? നിന്നെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. ഓ, ഞാൻ നല്ല സാരി ഉടുക്കുന്നതിന് പകരം ഈ വേഷത്തിൽ വന്ന കാര്യമാണോ? അത് വേറെ ഒന്നുമില്ല ഏട്ടാ. ഏട്ടനെ എന്റെ ഈ കൈക്കുള്ളിൽ വെച്ച് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടാ. എന്നോട് ക്ഷമിക്കൂ ശിവാനി. എന്തു പറ്റിയേട്ടാ? നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നോ നീ എന്തിനെ പറ്റി ചിന്തിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള കാര്യത്തെ നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പറഞ്ഞു ഏട്ടാ. 7ാം ക്ലാസ് പോലും പഠിച്ച് ഞാൻ പാസ്സായിട്ടില്ല. ഒരു കടയുടെ വരുമാനത്തിലാണ് എൻ്റെ അനിയത്തിമാരെ വളർത്തി വലുതാക്കി ഇതുവരെ. ആ കട അന്ന് കത്തിയതിനു ശേഷം ചെറിയൊരു ഹോട്ടൽ തുടങ്ങി ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ആഹാരം നൽകി കാശ് സമ്പാദിക്കുന്നവനാ ഞാൻ. എൻ്റെ യോഗ്യതകൾ ഇതാണ്. നിനക്ക് നല്ല പഠിത്തമുണ്ട്, ഒരു പോലീസ് ഓഫീസറാണ്. നിനക്കിനി ഒരുപാട് ഉന്നതങ്ങളിൽ എത്താനും പറ്റും. നീ സ്വബോധത്തിലല്ലാതിരുന്നപ്പോൾ താലി കെട്ടിപ്പോയി എന്നുള്ള വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ലാതെ എന്നെപ്പോലൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഭാര്യയാക്കിയിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചുവെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്തിനായിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലാവുന്നില്ലേ?
എല്ലാം തികഞ്ഞൊരു പോലീസ് ഓഫീസറായിട്ടാണ് നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു അനുവാദവുമില്ലാതെ വെറും ഒരു കള്ളനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനാ ഈ ഞാൻ. അത് ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം ഏട്ടാ? നമ്മൾ രണ്ടുപേരും ഒന്നായി നിന്റെ ജീവിതത്തിലുള്ള വലിയ മുന്നേറ്റങ്ങളെ തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പോലൊരാളിൻ്റെ കൂടെ കൂടി നിന്റെ ജീവിതം കളയരുത്. നിനക്ക് നല്ല ഭാവിയുണ്ട്. അതിനുവേണ്ടി നീ എന്നെ കളഞ്ഞിട്ട് പോകാനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ശിവാനി. പക്ഷെ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ. എന്നെപ്പോലൊരാള് നിന്റെ പുറകെ ഒരു ജോലിക്കാരനായിട്ട് വരുന്നതല്ലാതെ ഒരു ഭർത്താവായിട്ട് നിന്റെ പിന്നാലെ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഏട്ടാ, ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടുകൂട്ടത്തിൽ വെച്ച് ഏട്ടനെ അപമാനപ്പെടുത്തിയോണ്ടല്ലേ? ശേ, അതൊന്നുമല്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചു ഇതിനെപ്പറ്റി. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനും നന്നായിട്ട് ആലോചിച്ചു ഏട്ടാ. ഞാൻ വരുന്നതിന് മുന്നേ ഏട്ടൻ ആലോചിച്ച ഈ കാര്യം എന്നോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ നാളെ പറയാം. അമ്മായി, ആരതി എടുത്തോ? നീ ഈ വീട്ടിൽ മരുമകളായി വന്നത് പിന്നെ ഈ വീട്ടിൽ നല്ല ഐശ്വര്യമോളെ. അവരെ പോയി കൊല്ലണം, ഇവരെ പോയി അടിക്കണം എന്നുള്ള സംസാരമൊന്നും ഇല്ലാതെ പൂജാമുറിയിൽ നിന്നുള്ള മണിനാഥം കേൾക്കുമ്പോ നല്ല സന്തോഷമുണ്ട്. ഭർത്താവ് നല്ലവനല്ലെങ്കിലും നീ വീട് വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം എന്റെ ഏട്ടൻ പഠിപ്പിച്ചെന്ന ശീലങ്ങളാ അമ്മായി. ഈ വീട്ടിൽ മരുമകളായി വന്നതുകൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അമ്മായി. ഇല്ലെങ്കിൽ ഈ സമയത്ത് ദൈവം എങ്ങനെയാണോ ദുഷ്ടശക്തികളെ അടിച്ചു തുരത്തുന്നോ അതുപോലെ ഞാൻ തുരത്തിയേനെ. ധൃതി പിടിക്കേണ്ട ശ്രീദേവി. ശിവാനി ജോലിക്ക് ചേർന്നതും അതിനു വേണ്ടിയല്ലേ? ഇതൊരു തുടക്കം മാത്രമാണ്. എല്ലാം അവസാനിക്കുമ്പോ നീ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. എന്തെങ്ങനെയായിരുന്നാലും എന്റെ ഏട്ടനും ഏട്ടത്തി സന്തോഷായിരുന്നാ മാത്രം മതി. സന്താനങ്ങളോടൊപ്പം തന്നെ വളരെ സന്തോഷമായിട്ട് കഴിയണമെന്ന് ആശംസിക്കാൻ ഞങ്ങളാരും അവിടെ ഇല്ലെങ്കിലും അവര് സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്താ ഗീതേ, ആദ്യം സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കാൻ നോക്ക. ഈ സമയത്ത് കുട്ടികൾ ഉണ്ടായാൽ അത് വീടായിരിക്കില്ല, സത്രമായിരിക്കും. എന്നാൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ശിവാനിയായിട്ട് ഒന്നിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ? മെത്തയിൽ കിടക്കുകയാണെങ്കിലും അവൾ റിവോൾവറും വെച്ചായിരിക്കും കിടക്കുന്നത് ദേവ. ശാന്തി മുഹൂർത്തത്തിന് പോലും മനസമാധാനം കിട്ടില്ല. കാരണം നമ്മൾ സംസാരിച്ചത് ബുള്ളറ്റ് പോലെ അവളുടെ നെഞ്ചിൽ തറച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാമ്പ് പത്തി ഉയർത്തു വച്ചാ, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അടിച്ച് കൊല്ലും. അതുപോലെ നമ്മൾ ഗൗതമിന് പ്രശ്നം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവർ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും. നിനക്കൊരല്പമെങ്കിലും വിവേകമുണ്ടോ ദേവ? അനിയത്തിയുടെ ജീവിതം നന്നായിട്ടിരിക്കണമെന്ന് വിചാരിക്കാതെ ഇങ്ങനെ വായി തോന്നുന്നൊക്കെ പറയുവാണോ? അപ്പോ അവള് സന്തോഷമായിട്ട് ഇരിക്കരുതെന്നാണോ പറയുന്നേ? അവളെന്റെ അനിയത്തിയല്ലാമേ, ഒരു രാക്ഷസിയാ. ഗൗതമിനി എത്ര ദേഷ്യപ്പെട്ടാലും അവൻ കാരണം നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം ഗൗതമിനെ കല്യാണം കഴിച്ച് പുറകെ നടക്കുന്ന ശിവാനി കാരണം ഓരോ ദിവസവും നമുക്ക് ആപത്ത് തന്നെ. നീതിയും ന്യായവും ഒക്കെ നോക്കുന്ന ഒരു പോലീസ് ഓഫീസറിന് വേർപിരിച്ചു നോക്കുന്ന കണ്ണില്ല ഏട്ടാ. തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ശരി, ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കും. അങ്ങനെ വരട്ടെ. ശിവാനി നമ്മളെ രണ്ടിലൊന്നും അറിയാതെ വിടില്ലെന്ന് ഇവരിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ ദേവ? ഞാനൊരു ബോക്സർ അല്ലേ. സ്പോർട്സ് കോട്ടയിൽ എനിക്കൊരു ചാൻസ് കിട്ടിയാ ഞാനും ഒരു പോലീസ് ഓഫീസർ ആകും. പിന്നെ നീ വീട്ടുകാരെ നോക്കിയില്ലെങ്കിലും സാരമില്ല. തെറ്റ് ചെയ്യുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി അവന്റെ തൊലി ഉരിക്കണം. എന്നിട്ട് നീ കുടുംബം നോക്കിയാ മതി. നീ ആരെക്കുറിച്ചാ സംസാരിക്കുന്നത് ഗീതേ? എന്നെക്കുറിച്ച് തന്നെയാണെന്ന് തോന്നുന്നു.
നമസ്കാരം മുതലാളി. ഇങ്ങോട്ട് വന്നത് എന്തിനാ? എന്താ കാര്യം? നാട്ടുകൂട്ടം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. വന്ന് തീരുമാനം പറയണോ? അല്ല മുതലാളി, നാട്ടുകൂട്ടത്തിൽ മുതലാളി നിൽക്കണം. ഈ നാട്ടുകൂട്ടം കൂടുന്നത് തന്നെ മുതലാളിക്ക് എതിരായിട്ടാണ്. ആര്? മുതലാളിയുടെ മകള് ശിവാനിയാണ്. പോലീസ് ആയതേ ഉള്ളൂ. അതിനു മുമ്പ് എന്നെ നാട്ടുകൂട്ടത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ശരി, നിങ്ങൾ പോയിക്കോ. ശരി മുതലാളി. എത്രയോ ആൾക്കാരെ ഞാൻ കബളിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ആരും എനിക്കെതിരായി വന്നിട്ടില്ല. എന്നാൽ എന്റെ അനിയന്റെ രക്തം തന്നെ എന്റെ ശത്രുവായി മത്സരിക്കുന്നു. ഇന്നലെ അപമാനിച്ചതല്ലേ അച്ഛാ? അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നാട്ടുകൂട്ടം വിളിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞതാ. അവിടെ വെച്ച് ഒരു അക്ഷരം അവൻ തിരിച്ചു പറഞ്ഞില്ല. ഇതിന്റെ പിന്നിൽ നമ്മുടെ ആളുകളാണെന്നാ തോന്നുന്നത്. എന്താ എന്റെ സംശയം ശരിയല്ലെന്നുണ്ടോ? ഏട്ടൻ പറഞ്ഞില്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞറിയുമല്ലോ. പോലീസിന് സംശയം തോന്നിയാ കള്ളം പിടിക്കപ്പെട്ടതുപോലെ തന്നെയാ. അതായിരിക്കും ഏട്ടത്തിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണും. പോലീസ് ഓഫീസറായി കഴിഞ്ഞ 2ാമത്തെ ദിവസം തന്നെ നാട്ടുകൂട്ടം വിളിച്ചിരിക്കുന്നത്. ഇനി അമ്മാവന്റെ കാല് വിറയ്ക്കുന്ന വിധത്തില് അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. അടച്ച് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ നമുക്കെതിരായി മാറും. ഞാനൊന്ന് പോയിട്ട് വരാം. മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യാതെ ഇതുപോലെ നാട്ടുകൂടം നടത്തിക്കൊണ്ടിരുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് സ്റ്റാമ്പ് അടിച്ച് പുറത്താക്കും. അതൊക്കെ നിങ്ങളുടെ സ്വന്തം മരുമോൾക്ക് പറഞ്ഞു കൊടുക്കാമേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാട്ടുകൂട്ടമൊക്കെ പിരിച്ചുവിട്ട് യഥാർത്ഥ പോലീസുകാരെ പോലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തി നടന്ന ഓരോരുത്തർ ചെയ്ത തെറ്റുകളൊക്കെ ഓരോന്നായി പുറത്തു വരും. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷയും കിട്ടും ദേവേട്ട. ശിവാനി, ആർക്കെന്ത് സംഭവിച്ചെന്നാ? ഇനിയും അവിടെ എന്തിനാ ചെല്ലുന്നത്? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ടാ വരാൻ പറഞ്ഞ. ഒന്നും മനസ്സിലായില്ല. നിങ്ങളുടെ അനിയത്തിമാര് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ശാന്തി മുഹൂർത്തം ഏർപ്പാടാക്കിയതല്ലേ ഏട്ടാ? എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്നുവെച്ചാ നമുക്കിടയിൽ ഒന്നും നടന്നില്ലെന്നും പറഞ്ഞ് നാട്ടുകൂട്ടത്തെ വിളിച്ചിരിക്കുകയാണോ? തൽക്കാലം ചേട്ടൻ അങ്ങനെ വിചാരിച്ചാ മതി. ഇതുപോലുള്ള വിഷയങ്ങൾ നാട്ടിലിറങ്ങി പറഞ്ഞാലേ പോകുന്നത് നമ്മുടെ മാനോ? പുറത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല ഏട്ടാ, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ ആരും കളിയാക്കാതെ സമാധാനത്തിൽ കുടുംബം നടത്തണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. ആ വഴിയിലേക്കാ ഏട്ടനെ ഞാൻ കൊണ്ടുപോകുന്നത്. എന്താ അത്? അതൊക്കെ പറയാ ഏട്ടാ. ഒരു 2 മിനിറ്റ് സമാധാനായിട്ടിരിക്കോ? മുതലാളി, നിങ്ങളുടെ മകള് എന്തിനാ ഞങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞതെന്ന് അറിയില്ല. സ്വന്തം വല്യച്ഛനല്ലേ, ഇദ്ദേഹത്തിന് പോലും അറിയാത്തപ്പോ നമുക്ക് എങ്ങനെ അറിയാനാ? ശിവാനി ഇവിടെ വരുമല്ലോ, അവള് തന്നെ പറയും. ഇറങ്ങേട്ടാ, വാ. മോളെ ശിവാനി, നീ എന്തിനാ ഇപ്പൊ നാട്ടുകൂട്ടം വിളിച്ചത്? രാവിലെ തന്നെ എന്റെ ഭർത്താവിനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ശിവാനി, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഇടമല്ല ഇത്. ഇവിടെ ഇങ്ങനെ സംസാരിച്ചാലേ ചില ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട മറുപടിയൊക്കെ കിട്ടുള്ളൂ ചേട്ടാ. നല്ലതുപോലെ കുളിച്ച് ശുദ്ധിയായി തയ്യാറെടുപ്പോടെയാണല്ലോ രണ്ടുപേരും നാട്ടുകൂട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്താ കാര്യമെന്ന് പറയൂ ശിവാനി. കാര്യം എന്താണെന്ന് ഇവിടെയുള്ള വലിയ ആൾക്കാരോട് പറഞ്ഞാ നാട്ടിലുള്ള മറ്റു ജനങ്ങളും കൂടി ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ? മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും മനസ്സിലാകും. എന്നുവെച്ചാ വല്യച്ഛന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
കാര്യം എന്താന്ന് വെച്ചാ പ്രമാണിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടത്തണമെന്ന് ഗവൺമെന്റ് നോട്ടീസ് പാസ്സാക്കിയിട്ടുണ്ടല്ലോ. നോമിനേഷൻ വെക്കണമെന്നും പിന്നെ വോട്ടിംഗ് ഇതെല്ലാം മുറപ്രകാരം നടക്കണമെന്ന് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് എല്ലാ കാര്യവും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിവാനി, നീ എന്തിനാ ഇവിടെ വന്നേന്നുള്ള കാര്യം എന്റെ അടുത്ത് പോലും പറയാത്തതുകൊണ്ടാ ഇവിടെയുള്ളവർ നിന്നെ നോക്കി ചിരിക്കുന്നത്. നീ വാ പോവാ. നിൽക്ക് ഗൗതം, നിന്റെ ഭാര്യ പോലീസ് ഓഫീസറല്ലേ? പക്ഷേ പോലീസ് സ്റ്റേഷനിലാണ് അവളുടെ ജോലി. എന്നാൽ നാട്ടിൽ നടക്കുന്നതൊന്നും അവൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. മോളെ ശിവാനി, 6-7 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ പ്രമാണിയാണ്. ഇനി അടുത്തതായിട്ട് നിന്റെ വലിയച്ഛനാണ് ഇവിടെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്. ഇലക്ഷൻ നടത്താതെ എങ്ങനെയാ പ്രസിഡന്റ് ആവുന്നേ? അതെ, ആ കാര്യം നിന്റെ ചെവിയിൽ എത്തിയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നീ കേട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാ ഈ വർഷം നമ്മുടെ നാട്ടില് നാട്ടുകൂട്ടത്തിൽ ഇലക്ഷൻ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? കാരണം മോളുടെ വല്യച്ഛനെ ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാതെ അങ്ങനെ അങ്ങ് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഇയാളെന്താ ദൈവമാണോ? ശിവാനിയെ, ശിവാനി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് പോവാം. പക്ഷെ ഇതെനിക്ക് അത്യാവശ്യമുള്ള കാര്യമാ ചേട്ടാ. പ്രത്യേകിച്ച് എനിക്ക് എന്റെ വല്യച്ഛനെ എതിരില്ലാതെ പ്രമാണിയായി തിരഞ്ഞെടുക്കാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. നീ വേണ്ടാന്ന് പറഞ്ഞ ഇവിടെ ഇലക്ഷൻ നിൽക്കില്ല മോളെ. ഇദ്ദേഹത്തിനെതിരായിട്ട് ആരെങ്കിലും നിന്നാലല്ലേ ഇലക്ഷൻ നടക്കൂ. ഒരാള് നിൽക്കും. ആര്? എന്റെ ഭർത്താവ് ഗൗതം തന്നെയാ. അലിയാസ് ഗൗതം. അരയും തലയും കെട്ടിനിറും ഈ കിടപ്പലവും ഉടുവി ചുഴറ്റി തടയാനെതിരെ അടയും പത്മവ്യൂഹം തകരട്ടെ. അനുരാഗം മണ്ണിൽ മുരുകുമുറങ്ങ് കലികാലമറങ്ങിൽ തുടരുമുറങ്ങം. ശിവാനി, നീ എന്താ പറയുന്നത്? ഞാൻ നാട്ടുകൂട്ടത്തിൽ മത്സരിക്കാൻ പോകുന്നോ? അതെ ഏട്ടാ, പ്രമാണിയുടെ കസേരയില് നല്ല വിശാലായിട്ട് വിശ്രമിക്കുന്നവരെ ഇരുത്താൻ പാടില്ല. ഏട്ടനെ പോലെ സത്യസന്ധതയുള്ളവരാ ധൈര്യത്തോടെ ആ കസേരയിൽ ഇരിക്കേണ്ടത്. ഇത്രയും നാളും ആരെയും എതിർത്ത് മത്സരിക്കാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ അടിച്ചൊതുക്കി അധികാരം കൈക്കുള്ളിലാക്കി വെച്ച് അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രമസമാധാനം നശിച്ച ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ ഉത്തരവാദിത്തത്തോടും ധൈര്യശാലിയുമായ ഏട്ടനെ പോലെ ഒരാളാണ് ഇലക്ഷനിൽ ജയിക്കേണ്ടത്. ശിവാനി വളരെ ആവേശത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇലക്ഷന് ഒരുപാട് പണം ചിലവാകും. എന്നോ ഇവന്റെ അമ്മ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ട് ഓടിപ്പോയതിനു ശേഷം സഹോദരിമാരെ വളർത്തി വലുതാക്കാനായി കടം വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈ ഗൗതം. അത് മുഴുവൻ തീർക്കാൻ പകലും രാത്രിയും ജോലി ചെയ്താൽ പോലും ഒരിക്കലും ഇവൻ ഉണ്ടാക്കി വെച്ച കടം മുഴുവനും തീരാൻ പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോ മുൾക്കിരീടം പോലെയുള്ള ഈ പദവിയെടുത്ത് തലേ വയ്ക്കുന്നത് നല്ല കാര്യമല്ല. അധികാരത്തെ എപ്പോഴും ഒരു കിരീടമായി മാത്രം കാണരുത് വല്യച്ഛ. അത് തലയിലെടുത്ത് വെച്ച് നാട്ടുകാരെ കാണിക്കാൻ നടക്കുന്ന നിങ്ങളെ പോലെ ഒരാൾക്ക് ഭരണം എങ്ങനെ നടത്തണമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി ഗൗതം ചേട്ടനെ ഈ ഇലക്ഷനിൽ ഞാൻ നോമിനിയാക്കും. അധികാരം എന്ന നിങ്ങളുടെ അഹങ്കാരം ഇതോടെ തീരണം. വേണ്ടാത്തത് നമ്മൾ പിഴുതു കളയണം.
ഈ നാട്ടിലൊരു പാഴ്ചെടിയായി ജനിച്ച ഇയാളെ ജനങ്ങളാകുന്ന തീ എരിച്ച് ചാമ്പലാക്കും. അല്ല മോളെ, നീ ഇവിടെ വന്ന് പറഞ്ഞതിന് ശേഷവും ഗൗതമൻ ഈ കാര്യം അറിയില്ലേ? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തപ്പോ നീ എന്തിനാ നിർബന്ധിക്കുന്നത്? ഗൗതം ഇലക്ഷനിൽ മത്സരിക്കാമെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ. പക്ഷേ ഇലക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഏട്ടാ പറഞ്ഞോളൂ, പറയ. ഈ നാട്ടിൽ നടക്കുന്ന അന്യായങ്ങൾ ഒരേ ഒരു തവണ ആലോചിച്ച് ഏട്ടന്റെ തീരുമാനം പറ. freedom, but